നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കാൻ LDF തീരുമാനം. പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ സ്ഥാനാർത്ഥികൾക്ക് 2 ടേം വ്യവസ്ഥ കർശനമാക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം വെള്ളിയാഴ്ച ചേരും. നിയമസഭയിൽ 71 അംഗങ്ങൾ എന്ന മാജിക് നമ്പർ കടക്കുക. അതിനപ്പുറം LDF നേതാക്കൾക്ക് മുന്നിൽ മറ്റൊരു അജണ്ടയും ഈ ഏപ്രിൽ അവസാനം വരെയില്ല. തെരഞ്ഞെടുപ്പായില്ലെങ്കിലും ചർച്ചയാകുന്ന വിഷയങ്ങൾ ഓരോ ദിവസവും മാറി മാറി വരികയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തോടെ പ്രചരണ മേഖല കൂടുതൽ സജീവമാകും. സ്വർണ്ണപ്പാളി വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന ബോധ്യമുള്ളപ്പോഴും പരസ്യമായി അത് പറയാൻ CPM നേതൃത്വം തയ്യാറല്ല. ഗൃഹസന്ദർശന പരിപാടിയിലൂടെ വിവാദങ്ങളെ മറികടക്കാമെന്നാണ് CPMന്റെ വിശ്വാസം. CPMന്റെയും CPIയുടെ നേതൃയോഗങ്ങൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി നടക്കും. ഇടതുമുന്നണി രാഷ്ട്രീയം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള മേഖലാജാഥകൾ ആരംഭിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥി ചർച്ചകളും സജീവമാകും. സർക്കാരിന്റെ നയസമീപനങ്ങളിലും നേതാക്കന്മാരുടെ പെരുമാറ്റത്തിലും മാറ്റം വേണമെന്ന അഭിപ്രായം ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷികൾക്കുമുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റ് കടന്ന് 3-ാം തവണയും LDF മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമെന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പ്രതീക്ഷ. മീഡിയ 1 തിരുവനന്തപുരം.